ഈ ഒരു ന്യൂസ് വന്നതോടെ പലരും ബേജാറിലാണുള്ളത്. അവരുടെ കാണാമറയത്തുള്ള മറുകോ അല്ലെങ്കിൽ കാണാമറയത്തുള്ള പലതും നാട്ടുകാരൊക്കെ കാണാനുള്ള ഒരു ടെൻഷനിലാണുള്ളത്. അപ്പോൾ ആ ടെൻഷൻ കുറച്ച് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഫുൾ വീഡിയോ വാച്ച് ചെയ്യുക. അതിൽ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണാമറയത്തുള്ള ഒരു കാര്യവും ആരും കാണില്ല. അത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാം. അതിന് ഫുൾ വാച്ച് ചെയ്യുക. എൻ്റെ വീഡിയോ യൂട്യൂബിൽ കയറ്റി. ഈ കുട്ടിക്ക് സംഭവിച്ചത്, ഈ കുട്ടി നല്ലൊരു എന്താ പറയുക അടക്കോ ഒതുക്കമുള്ള ഫുൾ സ്ലീവുള്ള ഒരു പിക്ചറാണ് ജെമിനി കൊടുത്തത്. ജെമിനി പക്ഷേ ചോദിച്ചതല്ലല്ലോ കൊടുക്കുക. നിങ്ങൾ പൂ ചോദിച്ചാൽ പൂക്കാലം കൊടുക്കും. അവളിവിടെ എന്ത് ചെയ്ത് സീവ്ലെസ് ആയിട്ടുള്ള നല്ല ഗ്ലാമറുള്ള സാരി ഇട്ട ഫോട്ടോ കൊടുക്കും. അതിൽ അവൾ കാണിക്കാത്ത മറു പോലും ജെമിനി കാണിച്ചിട്ടുണ്ട്. അതാണ് ചർച്ചാ വിഷയം. ഇതിന്റെ നെഗറ്റീവ് വശങ്ങൾ ഞാൻ പറയാം. ഈ ഗൂഗിൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ഒരു അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള ഫോട്ടോസ് നമ്മൾ AI ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു പർപ്പസുകൾക്ക് വേണ്ടിയിട്ടോ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ യൂസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് മറ്റുള്ളവർ സിംഗിൾ ഫോട്ടോ ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മളുടെ ഫേസ് ഒക്കെ മറ്റുള്ളവരുടെ കൂടെയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കുക, നമുക്ക് ഇങ്ങനൊന്നും പ്രശ്നമില്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊക്കെ പ്രൈവസി സൂക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് വരാം. എങ്ങനെയാണ് ജെമിനിയും AIയും നമ്മുടെ കാണാമറയത്തുള്ള മറു കണ്ടുപിടിക്കുന്നത് എന്നാണല്ലോ എല്ലാവർക്കും ഉള്ള പ്രശ്നം. ഇപ്പോൾ മറു കണ്ടതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ കാണാമറയത്തുള്ള രഹസ്യ ഭാഗങ്ങളൊക്കെ AI ഒബ്സർവ് ചെയ്തെടുക്കുമോ അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുമോ എന്നാണ് ഒരു സംശയമുള്ളത് അല്ലേ. ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസുകൾ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ഫേസ് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ, ആ ഒരൊക്കെ ഒബ്സർവ് ചെയ്ത് ആപ്റ്റായിട്ടുള്ള അത് പിക്ക് ചെയ്തിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലോ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും നിങ്ങളെ രഹസ്യ ഭാഗങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോസോ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഉറപ്പായിട്ടുണ്ടാവും. അത് AI ഒബ്സർവ് ചെയ്തിട്ടാണ് നിങ്ങൾ എപ്പോഴെങ്കിലും കാണിച്ച് മാറും കാണിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ചില ഫോട്ടോസിൽ നിങ്ങൾ ചിലപ്പോൾ സീവ്ലെസ് ഇട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ രഹസ്യഭാഗം കാണിക്കുന്ന ഫോട്ടോസുകൾ നിങ്ങൾ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. എന്താണെങ്കിലും അത് AI ഒബ്സർവ് ചെയ്തെടുക്കും, അത് കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അത് ആരാണ് ചോദിക്കുന്നത്, ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പോലെയാണ്. അപ്പോൾ എനിക്ക് ഒരാളുടെ ഫോട്ടോ വെച്ചിട്ട് പറയുന്നത് ഇതിൽ രഹസ്യമായിട്ടുള്ള പല കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരുമോ ജെമിനി പറഞ്ഞാൽ, നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ രീതിയിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് AI ക്യാച്ച് ചെയ്തിട്ട് അത് കാണിച്ചു കൊടുക്കും. അതാണ് സംഭവിക്കുന്നത്. അല്ലാതെ പിന്നെ അത് സ്കാൻ ചെയ്തിട്ട് ഫുൾ മ്യൂട്ടാക്കിയിട്ടൊന്നും അല്ല AI കാണിക്കുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്നതിനുള്ള ടെക്നീഷ്യന്മാർ അല്ലെങ്കിൽ ഇതിനുള്ള എക്സ്പേർട്ടുമാർ പറഞ്ഞ അറിവാണ് ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നത്. സോ അതിന് കാര്യത്തിൽ നിങ്ങൾ ബേജാറാണ്. നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള വൾഗറായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കുന്ന രീതിയിലോ ഫോട്ടോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചോദിച്ചാൽ തന്നെ അത് എന്തെങ്കിലും AI കാണിച്ചു തരും എന്നാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇത് കുറച്ചൊരു ആശ്വാസം തോന്നുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടൊന്നും നമ്മൾ ഇതിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക എന്ന് മാത്രം പറയാനുള്ളൂ. ഇതിനൊന്നും ഒരു സുരക്ഷിതത്വം ഇല്ല എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട്. അവരൊക്കെ ഇത് പലതിനും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്, നല്ലതിനും വിടക്കിനും ഒക്കെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക എന്ന് മാത്രം പറയാനുള്ളൂ. അപ്പോൾ ഇങ്ങനത്തൊക്കെ കുറച്ച് ആശ്വാസം കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താക്കി. ബൈ ഫ്രം AG Talks.